മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 13:16 നമുക്ക് ധ്യാനിക്കാം. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു, ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. ഒരു സമ്പന്നനായ പിതാവ് തന്റെ ഇളയ മകനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. ഇക്കാര്യം മൂത്ത മകന് മനസ്സിലായി. അവൻ പിതാവിനോട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾ 2 മക്കളല്ലേ അച്ഛനുള്ളത്, എന്നിട്ടും അച്ഛൻ എന്റെ അനുജനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അച്ഛൻ പറഞ്ഞു, മകനെ, എനിക്ക് നിങ്ങൾ 2 പേരും തുല്യരാണ്. എങ്കിലും നിന്റെ സഹോദരൻ നിന്നെക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് അവനോട് കൂടുതൽ സ്നേഹം തോന്നുന്നത് സ്വാഭാവികം. അതെന്താ അച്ഛാ അങ്ങനെ? മൂത്ത മകന് പരിഭവമായി. എന്നെക്കാൾ എന്ത് സവിശേഷതയാണ് അവനുള്ളത്? അയാൾ ചോദിച്ചു. അച്ഛൻ പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു, മോനെ, അതെന്താ ഒരു കാളവണ്ടിയല്ലേ പോകുന്നത്? നീ ചെന്ന് അതേപ്പറ്റി ഒന്ന് അന്വേഷിച്ചു വരൂ. മൂത്ത മകൻ പുറത്തേക്ക് ഓടിപ്പോയി. അച്ഛാ, അത് ചന്തയിലേക്ക് പോയതാണ്. ഓഹോ, ചന്തയിലേക്കാണോ? എന്താണ് ആ കാളവണ്ടിയിലുള്ളത്? ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. ഉടൻ തന്നെ അന്വേഷിച്ചിട്ട് വരാം. മകൻ വീണ്ടും ഓടി പുറത്തേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾക്കകം ഓടി കിതച്ച് തിരിച്ചെത്തി. അച്ഛാ, അത് ഗോതമ്പാണ്. അതെന്തിനാണെന്ന് നീ ചോദിച്ചില്ലേ? വിൽക്കാനാണോ ദാനം ചെയ്യാനാണോ? ഇല്ല, ഞാനത് അന്വേഷിച്ച് ഉടൻ വരാം. മകൻ അപ്പോൾ തന്നെ പുറത്തേക്ക് ഓടി. കുറെ സമയം കഴിഞ്ഞ് മടങ്ങി വന്നു. അത് വിറ്റ് കുറച്ച് പച്ചക്കറി വാങ്ങണം, അതാണ് ആ കാളവണ്ടിക്കാരന്റെ ഉദ്ദേശം. അയാളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞ കാര്യം അപ്പോഴാണ് മൂത്ത പുത്രൻ ഓർത്തത്. കാളവണ്ടി ഇതിനകം കുറെ ദൂരം മുന്നോട്ട് പോയി. അവൻ പിന്നാലെ ഓടി കാളവണ്ടിക്കാരന്റെ പേരും ചോദിച്ചു. ഓടി വന്നപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് അയാൾക്ക് എന്തെടുക്കാനാണ്, കല്യാണ ആവശ്യത്തിനാണോ മറ്റോ ആണോ എന്നായിരുന്നു പിതാവിന്റെ അടുത്ത ചോദ്യം. തന്റെ പുത്രൻ ഓടിത്തടർന്ന് നിൽക്കുന്നത് കണ്ട് ആ പിതാവ് ചിരിച്ചുപോയി. രണ്ടാമത്തെ പുത്രൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ 5 മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നത്. മൂത്ത മകന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പിതാവ് രണ്ടാമത്തെ പുത്രനോട് പറഞ്ഞു, കുഞ്ഞേ, ഇവിടെ നിന്ന് 5 മിനിറ്റ് മുമ്പ് ഒരു കാളവണ്ടി തെക്കൻ ദിശയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതാരെന്ന് തിരക്കി നീ ഉടൻ വരണം. ഒരു കാളവണ്ടി 5 മിനിറ്റ് മുമ്പല്ലേ? ഇളയ മകൻ സംശയ നിവാരണം വരുത്തി. പിന്നെ സൈക്കിളെടുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങിയെത്തി. അച്ഛാ, രത്നഗോപാൽ എന്നയാൾ ചന്തയിലേക്ക് 2 ചാക്ക് ഗോതമ്പുമായി പോയിട്ടുണ്ട്. അയാളുടെ മകന്റെ വിവാഹമാണ് അടുത്തയാഴ്ച. ഗോതമ്പ് വിറ്റ് പച്ചക്കറികൾ വാങ്ങുകയാണ് ഉദ്ദേശം. ഗോതമ്പിൽ 1 ചാക്ക് ഞാൻ ലാഭത്തിന് വാങ്ങി, കാരണം നമ്മുടെ ഗോതമ്പ് തീരാറായിരുന്നല്ലോ. മൂത്ത മകൻ മിഴിച്ചു നിന്നുപോയി. പിതാവ് സന്തുഷ്ടനായി ഇളയപുത്രനെ അഭിനന്ദിച്ചു. നമുക്കുള്ള ബഹുമാനവും അപമാനവും നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന ചിന്ത ഇവിടെ നാം കാണുകയാണ്. അതുകൊണ്ടാണ് വിവേകി എന്നും ആലോചനയോടെയാണ് ചെയ്യുന്നത് എന്ന് സുഭാഷിതം നമുക്ക് പറയുക. ആ വിവേകിയായി മാറുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേ.